നമസ്കാരം. ഇന്നത്തെ വീഡിയോ കർക്കിടക ചികിത്സയെക്കുറിച്ചാണ്. ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്ന ആയുർവേദ ചികിത്സ, പഞ്ചകർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങളും മറ്റും ഇങ്ങനെ വന്ന് നിറയും. ഇത് വലിയൊരു ബിസിനസ്സാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു സുഖചികിത്സ അല്ലെങ്കിൽ ഒരു തായ് മസാജ് ഒക്കെ പോലെ ഒരു കേരള ആയുർവേദിക് മസാജ് എന്ന രീതിയിലാണെങ്കിൽ അത് ശരിയാണ്. അതൊരു ഒരു ടൂറിസം പ്രൊഡക്റ്റ് കൂടിയാണ്. നല്ല കാര്യമെന്ന് തന്നെ നമുക്ക് അത് കണക്കാക്കാം. എന്നാൽ കാര്യം അതല്ല. ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് എല്ലാവരും എന്തോ നിർബന്ധമായി എടുക്കേണ്ട ഒരു സംഗതിയാണ്. ഈ കർക്കിടക ചികിത്സയിലൂടെ നിരവധി രോഗങ്ങളെ തടയാൻ കഴിയും. കാലാകാലമായി നമ്മുടെ പൂർവികർ എല്ലാവരും തന്നെ ഈ കർക്കിടക ചികിത്സ ചെയ്തു വന്നിരുന്നു. കർക്കിടക മരുന്നുകൾക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നൊക്കെയുള്ള അവകാശവാദങ്ങളോടെയാണ് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്ന പരിപാടി കൊണ്ടുവരുന്നത്. അത്തരത്തിലാണ് കർക്കിടക ചികിത്സ എന്ന് പറയുന്ന അതൊരു ചികിത്സയെ, അതായത് ഒരു മസാജ് എന്നതിനപ്പുറം ചികിത്സ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ തട്ടിപ്പ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന ചികിത്സ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സംഗതിക്ക് യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല. ഒന്നാമത്തെ കാര്യം, അസുഖങ്ങൾ തന്നെ ഈ വാദം, കഫം, പിത്തം ഇതാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാനം. അത് തന്നെ പൊള്ളയാണ് എന്ന് ഒരു വശത്ത് ശാസ്ത്രീയമായി തെളിഞ്ഞു കഴിഞ്ഞു. ഈ മൈക്രോസ്കോപ്പുകളോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഉപകരണം, ഒരു അണുക്കളെ കണ്ടെത്താനുള്ള അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ ആയുർവേദം എല്ലാം തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അതേ കാലഘട്ടത്തിൽ തന്നെ നിൽക്കണമെന്നും അലോപ്പതി എല്ലാം വിഷമാണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആയുർവേദ ചികിത്സയുടെ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഈ അലോപ്പതി മാഫിയ, മോഡേൺ മെഡിസിൻ മാഫിയ, അവർ കോടികൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതേ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഈ ആയുർവേദ മാഫിയയും കോടികൾ കൊയ്യുകയാണ്. അതായത് ഒരു മനുഷ്യനെ പേടിപ്പിച്ച് ഭീതിപ്പെടുത്തി ആയുർവേദ ചികിത്സയ്ക്ക് എത്തിയാലേ ശരിയാവൂ എന്നുള്ള തരത്തിലേക്ക് എത്തിക്കുകയും ഇതിന്റെ പാക്കേജുകൾ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുതൽ 21 ദിവസം വരെ അല്ലെങ്കിൽ 28 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന പാക്കേജുകളാണ് പല ആയുർവേദ ഹോസ്പിറ്റലുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളും നൽകുന്നത്. ഈ ചികിത്സ എന്ന് പറയുന്ന സാധനത്തിന് തന്നെ പാക്കേജ് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 17,000 രൂപയോളമാണ് വരുന്നത്. അതിന് പുറമെയാണ് അവിടെ താമസിക്കേണ്ടുന്ന റൂമിന്റെ വാടക, അതായത് AC റൂം ആണെങ്കിൽ വാടക കൂടും, നോൺ AC ആണെങ്കിൽ വാടക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കർക്കിടക ചികിത്സ ഇതൊക്കെ എന്താണ് എന്ന് പരിശോധിച്ചാൽ ഇതിനൊന്നും കൃത്യമായ ശാസ്ത്രീയ അടിത്തറ ഒന്നും തന്നെ ഇല്ല. തീർച്ചയായും മഴക്കാലം എന്ന് പറയുന്നത് രോഗം കൂടുതൽ ഈർപ്പവും വെള്ളക്കെട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് രോഗങ്ങൾ, പനി പോലുള്ള അസുഖങ്ങൾ പടരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. അതിന് ഈ തരത്തിൽ നസ്യം ചെയ്യുകയോ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുകയോ ഉഴിച്ചിൽ നടത്തുകയോ ചെയ്താൽ അതിനെ മറികടക്കാൻ കഴിയില്ല എന്നത് 100% നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അടുത്തൊരു വാദമാണ്, പൂർവികർ എല്ലാവരും തന്നെ കർക്കിടക ചികിത്സ ചെയ്തിരുന്നു. കടുത്ത ദാരിദ്ര്യവും അതുപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു ഭൂരിപക്ഷ ജനത ജീവിച്ചിരുന്ന ഒരു നാടാണ് നമ്മുടേത്. ഈ സംഭവങ്ങൾ മാറിയിട്ട് നമുക്ക് ഏതാണ്ട് ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 40 വർഷത്തോളമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പൂർവികർ എല്ലാവരും തന്നെ കർക്കിടക ചികിത്സ ചെയ്തിരുന്നു എന്നൊക്കെയുള്ള പൊള്ളയായ അവകാശവാദങ്ങൾ. ചിലപ്പോൾ ഇത്തരം സുഖചികിത്സകൾ ഒരുപാട് ഭൂമിയൊക്കെ ഉള്ള ജന്മിമാർ അവർക്ക് മഴക്കാലങ്ങളിൽ മറ്റ് ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടാവാം. അത് മൊത്തം കേരളത്തിന്റെ പൈതൃകമാണ്. നമ്മുടെ പൂർവികർ എല്ലാവരും തന്നെ കർക്കിടക ചികിത്സ ചെയ്തുകൊണ്ടാണ് ഏറെക്കാലം ജീവിച്ചത് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബരത്തോടെ സുഖ സൗകര്യത്തോടെ ധനാഢ്യന്മാരായി ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ പോലും ആയുർദൈർഘ്യം എത്രയാണ് എന്ന് ഒന്ന് വിക്കിപീഡിയയിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ പൂർവികരുടെ ആയുർദൈർഘ്യത്തിന്റെ കഥകളും മറ്റും. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിന്റെ ഭാഗമായി, കർക്കിടക ചികിത്സയുടെ ഉൾപ്പെടെ ഭാഗമായി, ആയുർവേദ ചികിത്സയുടെ ഭാഗമായി കഴിക്കുന്ന പല ലേഹ്യങ്ങളും അതുപോലെ തന്നെ ഈ കഷായങ്ങളുമൊക്കെ നമ്മുടെ ലിവറിനൊക്കെ വളരെ മോശമായിട്ടാണ് ബാധിക്കുക. അത് സീറോസിസ് വരെ വരാവുന്ന തരത്തിലുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഒരു മസാജ് എന്ന രീതിയിൽ, ഒരു സുഖചികിത്സ എന്നല്ലെങ്കിൽ ഒരു സുഖകരമായ മസാജ് എന്ന രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലാതെ ഈ പഞ്ചകർമ്മ ചികിത്സ, മരുന്ന് കഴിക്കൽ, ഇതൊന്നും കർക്കിടകത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള
ഇവരുടെ തന്നെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ മാഫിയ ഭാഷയാണ് ഇവർ സാധാരണ ഉപയോഗിക്കുക, മോഡേൺ മെഡിസിൻ മാഫിയ. അതുപോലെ ഇതൊരു ആയുർവേദ മാഫിയുടെയോ ആയുർവേദ റിസോർട്ട് മാഫിയുടെയോ ഒരു കണ്ടെത്തൽ മാത്രമാണ്, ഒരു മാർക്കറ്റിംഗ് മാത്രമാണ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി ഡോക്ടറെ കണ്ട് അതിനുള്ള ചികിത്സ തേടുക, ആരോഗ്യകരമായിരിക്കുക, ഇത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യം. ഇതിനായി രോഗപ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ വേണ്ടി ഏതെങ്കിലും കഷായമോ ലേഹ്യമോ ഒന്നും കഴിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നന്ദി, നമസ്കാരം.